ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്യണം. ഒരു കൊച്ചൊരു ചാനലാണ്. എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മുടെ മദ്യവും മയക്കുമരുന്നുമാണ് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് എന്ന് തന്നെ പറയണം. ആണായാലും പെണ്ണായാലും മദ്യം അത് മനുഷ്യനെ കൊല്ലുകയാണ്. ഓരോ കുഞ്ഞുങ്ങളുടെ ജീവിതം വഴിതെറ്റിപ്പിക്കുകയാണ്. അതിനെക്കുറിച്ചാണ് ഇന്നെനിക്ക് പറയാനുള്ളത്. ഇന്നൊരു സംഭവം നടന്നു, അതിനെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. തട്ടിയും മുട്ടിയും ഉപ്പും മുളവ് എന്ന സീരിയലിൽ അഭിനയിച്ച സിദ്ധാർത്ഥ് പ്രഭുവാണ് ഇന്നലെ ഒരാളെ കാറ് കൊണ്ട് ഇടിച്ചത്. സിദ്ധാർത്ഥ് ഭയങ്കര മദ്യപിച്ചിരുന്നു. ഒഴിഞ്ഞു വഴി അരികിൽ കൂടി പോയ ഒരാളെയാണ് കാറ് കൊണ്ടുപോയി ഇടിച്ചത്. അദ്ദേഹം രക്തത്തിൽ കുളിച്ച് ചുരുണ്ട് കിടക്കുകയായിരുന്നു. അവിടെ നിന്ന ആളുകളെല്ലാം ഓടിക്കൂടി. സിദ്ധാർത്ഥ് ഭയങ്കര ബഹളമായിരുന്നു. ഭയങ്കരമായി ചീത്തവിളിയും ബഹളവും വെച്ചു. അങ്ങനെ അവിടെ നിന്നവരെല്ലാം കൂടി സിദ്ധാർത്ഥിനെ എടുത്തിട്ട് അടിച്ച് കൈയും കാലും ഒക്കെ കെട്ടി അങ്ങനെ പോലീസിനെ ഏൽപ്പിച്ചു. ആ അപകടം പറ്റിയ മനുഷ്യനെ ആംബുലൻസിൽ എല്ലാവരും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി. സീരിയസ് ആണെന്ന് പറയുന്നു. അതിന് ബാക്കി അറിയാൻ വയ്യ. അപകട സ്ഥലത്ത് നിന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സിദ്ധാർത്ഥിനെ അടിച്ച ആളുകളോട് നമ്മൾ നിയമം കയ്യിലെടുക്കരുത്. കാരണം ഈ പയ്യൻ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകണം. നിരപരാധിയായ ആളുകളും അതിൽ കാണും. ചിലപ്പം ഈ കുടിച്ച് ഒരാളെ അപകടപ്പെടുത്തിയിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ ചിലവർക്ക് ദേഷ്യം വരും. ഇവൻ ഒരാളെ വണ്ടി ഇടിച്ചിട്ട് അവിടെ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു, എന്നിട്ട് ഇവൻ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഷോ കണ്ടില്ലേ എന്നും പറഞ്ഞ് നിൽക്കുന്നവർക്ക് ദേഷ്യം വരും. സ്വാഭാവികമാണ്. എല്ലാവർക്കും ഈ കാണിക്കുന്ന രണ്ട് കൊടുക്കണമെന്ന് എല്ലാവർക്കും തോന്നും. ആ സമയത്ത് ചിലവരുടെ മനസ്സങ്ങനെയാണ്. ഇവൻ ഇതൊരു വേലത്തരം കാണിക്കുന്നു, ഒരാളെ വണ്ടി ഇടിച്ചിട്ട് ഇവ ഇവിടെ കിടന്ന് ബഹളം കാണിക്കുന്നു എന്നിവൻ രണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുക്കും. ചിലപ്പം കഷ്ടകാലത്തിന് ആരെങ്കിലും പെട്ടെന്നൊരു ദേഷ്യത്തിന് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആൾ വടിയായാൽ ഈ നിൽക്കുന്ന ആൾക്കൂട്ടം എല്ലാവരും ജയിലിൽ പോകേണ്ടി വരും. അപ്പോൾ എല്ലാ മാധ്യമങ്ങളും പറയും, നിങ്ങൾ എന്തിന് നിയമം കയ്യിലെടുത്തു, അദ്ദേഹത്തെ നിങ്ങൾ പിടിച്ചു കെട്ടി പോലീസിനെ ഏൽപ്പിക്കാൻ എന്ത്, എല്ലാവരും അപ്പോഴവിടെ നിൽക്കുന്നവരായാലും പറയും. അപ്പോൾ സിദ്ധാർത്ഥിൻ്റെ വശത്തായിരിക്കും ആളുകളെല്ലാം. അത് നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ആരും നിയമം കയ്യിലെടുക്കാതിരിക്കുക. സിദ്ധാർത്ഥിനെ ന്യായീകരിച്ച് പറഞ്ഞതല്ല, പാവപ്പെട്ട ആളുകളായിരിക്കും ജയിലിൽ പോണത്. അവർ ഈ അപകടം കണ്ട് ഓടി വന്ന് രക്ഷിക്കാൻ നോക്കുന്ന ആളുകളും കൂടി ജയിലിൽ പോകേണ്ടി വരും. അതുകൊണ്ട് ഇനി എവിടെ എന്ത് ഒരു സംഭവം നടന്നാലും നിങ്ങൾ നിയമം കയ്യിലെടുക്കാതെ എത്രയും പെട്ടെന്ന് പോലീസിനെ ഏൽപ്പിക്കുക. അതാണ് വേണ്ടത്. മദ്യപിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് മദ്യപിക്കണോ, നിങ്ങളുടെ വീട്ടിൽ മേടിച്ചുകൊണ്ട് വച്ച് നിങ്ങൾ കഴിക്കുക. മദ്യപിച്ച് വണ്ടിയെടുത്ത് പുറത്തിറങ്ങി മറ്റുള്ളവരെ ഇടിച്ചിടാതിരിക്കുക. അവർക്കൊരു കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളവരാണ്. അവരുടെ ജീവന് വിലയുണ്ട്. നിങ്ങളെ ജീവനെ പോലെ തന്നെ അവർക്കും വിലയുണ്ട്. അത് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ കഴിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല. അവരവരെ വീട്ടിൽ വെച്ച് കഴിക്കുക. നിയമമുണ്ട്, മദ്യപിച്ചിട്ട് വണ്ടി ഓട്ടിക്കാൻ പാടില്ലെന്ന്. ആ നിയമം നിങ്ങൾ പാലിക്കുക. ചില ആളുകളോട് മദ്യപിച്ചിരിക്കും, നിങ്ങൾ അങ്ങോട്ട് പോകരുത്, നിങ്ങളിപ്പോൾ കഴിച്ചേക്കുന്ന വണ്ടി എടുക്കരുത് എന്ന് പറഞ്ഞാൽ അവരെടുക്കും. എന്നുവെച്ചാൽ മദ്യം അവരെ എന്തോ ഒരു ലോകത്തെത്തിക്കുന്ന പോലെയാണ്. മദ്യം അവർക്ക് ധൈര്യം കൊടുക്കുന്ന കണക്കാണ് എന്നൊരു രീതിയിലാണ്. എന്തും ചെയ്യും, ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എന്തും ചെയ്യും, അല്ലെങ്കിൽ പാവമാണ്. ഇത്തിരി കഴിച്ചു കഴിഞ്ഞാൽ പറയും ഈ ലോകം മൊത്തം എൻ്റെ കയ്യിലാണെന്നുള്ള ഒരു സ്വഭാവമുള്ള കുറച്ച് ആളുകളുണ്ട് നമ്മുടെ സമൂഹത്ത്. കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരിയൽ നടനായിരുന്നു സിദ്ധാർത്ഥ്. ഉപ്പും മുളകും തട്ടിയും മുട്ടിയും എന്ന സീരിയൽ നമ്മുടെ വീട്ടിലെ എല്ലാവരും കുടുംബ പ്രേക്ഷകരായ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ, അമ്മമാരാണ് ഏറ്റവും കൂടുതൽ ഈ സീരിയൽ കാണുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും നിങ്ങൾ മദ്യപിച്ച് വണ്ടി ഓട്ടിക്കാതിരിക്കുക, അപകടം ഉണ്ടാക്കാതിരിക്കുക. സീരിയൽ നടൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരായാലും മദ്യപിച്ച് വണ്ടി ഓട്ടിക്കാതിരിക്കുക.